ശബരിമല പുനഃപരിശോധന ഹർജി വാദം സുപ്രീം കോടതി നടക്കുകയാണ്. 9 അംഗ ബെഞ്ചിൻ്റെ മുമ്പിലാണ് വാദഗതികൾ നടക്കുന്നത്. വാദഗതി ഗവൺമെൻറ് ഭാഗത്ത് തുഷാർ മേത്ത ഹാജരായി ചില കാര്യങ്ങൾ പറഞ്ഞു. കോടതിക്ക് ആചാരത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിക്കാനുള്ള മതപരമായ പാണ്ഡിത്യമില്ല എന്ന് അദ്ദേഹം കോടതി വാദിച്ചത്. അതുപോലെ തന്നെ ആചാരവും അന്ധവിശ്വാസവും വേർതിരിക്കാൻ കോടതിയുടെ പരിഗണനയിൽ സാധാരണ വരാറുമില്ല. അദ്ദേഹത്തിൻ്റെ ആ വാദങ്ങളിൽ വളരെ കൃത്യമായിരുന്നു. മറ്റൊന്ന് പറഞ്ഞത്, കോടതിക്ക് ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തമ്മിൽ വേർതിരിക്കാൻ മതപരമായ പാണ്ഡിത്യവുമില്ല. ഒരിടത്ത് ആചാരം മറ്റൊരിടത്ത് അന്ധവിശ്വാസമായിരിക്കും എന്ന് തുഷാർ മേത്ത പറയുകയും ചെയ്തു. അപ്പം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത്, മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മന്ത്രവാദം, നരഭോജനം, നരബലി എന്നിവ കാര്യത്തിൽ കൂടുതലൊന്നും കോടതി ആലോചിക്കത്തില്ല, ഇടപെടും എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. അപ്പം ഏക ലേഡി ജസ്റ്റിസായ നാഗരത്ന പറഞ്ഞത്, ഒരു തത്വചിന്ത ഒരിക്കലും മതമാകില്ല, അതൊരു വിഭാഗമേ ആകുകയുള്ളെന്നാണ് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞത്. അന്ധവിശ്വാസം അത് ഉണ്ടെങ്കിൽ അത് കോടതിക്ക് ഇടപെടാമോ എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യം കൂടെ വന്നു. ക്ഷേത്രത്തിലെത്തുമ്പോൾ അവിടുത്തെ ആചാരം പാലിക്കാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതേസമയത്ത് സുപ്രീം കോടതി മറ്റൊരു കാര്യം പറഞ്ഞ്, അവിശ്വാസികൾക്ക് മതകാര്യങ്ങൾ ഇടപെടാമോ? അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. കേരളത്തിലെ ഈശ്വരചിന്തയില്ലാത്തതും ഈശ്വരവിശ്വാസികളല്ലാത്തതും അങ്ങനെയുള്ള CPM പ്രവർത്തിക്കുന്ന ആൾക്കാർ അവർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാകുന്നു, അതുപോലെ ശബരിമലയിലെ അവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കുന്നു. അവർ തീർച്ചയായിട്ടും അവിശ്വാസികളാണ്, ഈശ്വരചിന്തയുള്ളവരല്ല. അവർക്ക് ശബരിമലയിലെ കാര്യങ്ങൾ നോക്കാമോ? അത് സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. യുവതീ പ്രവേശന വിധി പ്രകാരം പുരുഷന്മാർക്കൊരു ശ്രേഷ്ഠമുഖം ഉണ്ടെന്നൊരു ധാരണ. കാരണം ചില സ്ത്രീകൾക്ക് അവിടെ കയറാൻ പാടില്ല. അങ്ങനെ അതിന് സുപ്രീം കോടതി അത് നിരീക്ഷിച്ചപ്പോൾ തുഷാർ മേത്ത ഒരു കാര്യം കൂടെ പറഞ്ഞു. കേരളത്തിലെ പല പൂജാരിമാരും വിശ്വാസികളായ സ്ത്രീകളുടെ കാലുകൾ കഴുകുന്ന ചടങ്ങുകളുണ്ട്, അത് കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ശ്രേഷ്ഠരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതല്ല എന്നുള്ള വാദഗതിയിലാണ് ആ വിവരങ്ങൾ പറഞ്ഞത്. ഏതായാലും സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ കോടതി നടത്തുകയും അതിന് കൗണ്ടറായിട്ട് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ തുഷാർ മേത്തയുടെ വാദഗതികളും നമുക്ക് കാണാം. മതകാര്യങ്ങളിൽ നിർവചിക്കാൻ ഭരണഘടനമായ ധാർമ്മികത ഈ സുപ്രീം കോടതിക്കില്ല, മതകാര്യങ്ങളിൽ നിർവചിക്കാൻ എന്നാണ് ഒരു തുഷാർ മേത്തയുടെ, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ ഒരു വാദഗതി. ഭരണഘടനാപരമായ ധാർമ്മികത ഓരോ ജഡ്ജിമാർക്കും ഓരോ രീതിയിലാണ് എന്നും അദ്ദേഹം വാദിച്ചു. അപ്പം വ്യത്യസ്തമായ ഈ വാദഗതികൾക്കെല്ലാം തീർച്ചയായിട്ടും ഒരു അടിസ്ഥാനമുണ്ട്. അതനുസരിച്ച് കോടതി ഈ വിവരങ്ങളെല്ലാം പരിശോധിക്കുകയാണ്. ചുരുക്കത്തിൽ പൊതുസമാധാനം, ധാർമ്മികത, ആരോഗ്യം എന്നിവയ്ക്ക് എതിരായി മതത്തിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതി ഇടപെടും എന്നാണ് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞത്. ഏതായാലും ശബരിമലയിലെ പ്രവേശനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പുനഃപരിശോധന ഹർജിയിൽ മേലുള്ള വാദഗതിയിലാണ് ഈ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നമ്മൾ കാണുന്നത്.